കൽബുൽ ഷഹീദിൽ എത്തുന്ന ആളെ നെഫ്സ് എന്തായി തീരും? നെഫ്സിനും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അമ്മാറത്തായ നെഫ്സിൽ നിന്നും മാറി മാറി അവസാനത്തെ സ്റ്റേജായ മുത്തുമൈനത്തെ എന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും അവന്. അപ്പൊ കൽബും പൂർണ്ണമായിട്ട് എന്തായിട്ടുണ്ടാവും? മാറ്റം വന്നിട്ടുണ്ടാവും. കാരണം കൽബുൽ സലീമിൽ എത്തുന്ന സമയത്ത് അവന്റെ കൽബില് 100 പ്രവേശിക്കാൻ തുടങ്ങും. അള്ളാഹു എന്നുള്ള നാമമാണല്ലോ കൽബിൽ മിടിക്കുന്നത്. അപ്പോൾ ഓരോ മിടിപ്പിലും 100 പ്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു മോട്ടോർ പമ്പിൽ നിന്നും 100 അടിക്കുന്ന പോലെ, വെള്ളം അടിക്കുന്ന പോലെ 100 അടിച്ചു കൊടുക്കുകയാണ്. ആ 100 ഇങ്ങനെ നിരന്തരം ഫസ്റ്റേ ഇല്ല, സകല സമയത്തും 100 ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് രക്തത്തിലൂടെ ശരീരത്തിന് നാനാകോശങ്ങളിലേക്കും എത്തിച്ചേരും. ആ നാനാകോശങ്ങളിലേക്കും എത്തിച്ചേരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ദുൽമത്തും നീക്കം ചെയ്യപ്പെടും, മാറിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗത്തും ശൈത്താൻ ഉണ്ട് എന്നുള്ളത്. ആ ശൈത്താന് നമ്മളെ എങ്ങനെയാണ് തള്ളേണ്ടത്? തവീസ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടോ ഒന്നുമല്ല. ഈ രക്തം ശുദ്ധീകരിക്കണമെങ്കിൽ രക്തത്തിൽ തന്നെ എന്ത് ചെയ്യണം? ദിക്റ് കയറണം. ആ ദിക്റ് കയറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഖൽബിലേക്ക് ദിക്റ് കയറണം. അതാണ് റസൂലുള്ളാഹിന്റെ ഹദീസ് നമുക്ക് ഒരു സൂചന തരുന്നത്. എന്ത്? ഒരാളെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി, അത് മോശമായ എല്ലാം മോശമായി. അതാണ് കൽബ്. ആ കൽബിലേക്ക് അള്ളാഹു എന്നുള്ള ദിക്റ്, ആ പ്രകാശം കയറി കഴിഞ്ഞാൽ ആ പ്രകാശം സിരകളിലൂടെ സകല സ്ഥലത്തും എത്തിച്ചേരും. അവിടെയൊക്കെയുള്ള ശൈത്താൻ അകന്നു പോവും. അവസാനം നിക്കക്കള്ളില്ലാതെ പുറത്തു പോവേണ്ടി വരും. അത് നഫ്സിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നഫ്സ് നമ്മളിൽ ഉള്ളവനാണ്, അവന് പുറത്തു പോകാൻ കഴിയില്ല. അപ്പൊ അവന്റെ നാറ് ബന്ധിക്കപ്പെടും. അവന്റെ ഭക്ഷണം എന്താണ്? നാറാണ്. ആ നാറ് സകല സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിലൂടെ കാണുന്ന നാറുകള്, അതിലൂടെ കേൾക്കുന്ന നാറുകള്, ഭക്ഷണം കഴിക്കുന്ന നാറുകള്, ചിന്തിക്കുന്ന നാറുകള്, അങ്ങനെ ഒരുപാട് റൂട്ടിലൂടെ അവന് നാറ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ 100 കയറുന്ന സമയത്ത് നാറിന്റെ അളവ് കുറയും. പക്ഷെ ആദ്യമൊക്കെ നാറ് തന്നെ മികച്ചു നിൽക്കും. പക്ഷെ പതുക്കെ 100 കൂടി വരും, നാറ് കുറഞ്ഞു വരും. അപ്പൊ അവന്റെ ഭക്ഷണം കുറയാണ്, അവന് വിശപ്പ് തുടങ്ങും. വിശപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ നാറിൽ നിന്നും അവന് കിട്ടുന്ന അംശം കുറയുന്നതിന്റെ പേരിൽ അവസാനം 100 ഭക്ഷിക്കാൻ നിർബന്ധിതനാവും. നിൽക്കക്കള്ളി ഇല്ലാതെ അവൻ എന്ത് ചെയ്യും? ആ 100 ഭക്ഷിക്കാൻ തുടങ്ങും. 100 ഭക്ഷിക്കുന്നതോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്യും? അതിൽ മാറ്റം സംഭവിക്കും. ആ കാഫിർ പതുക്കെ മുസ്ലിമായി തീരും. അവൻ നമ്മൾ അടിമയായി തീരും. പിന്നീട് നമ്മളെ സഹായിക്കുന്നവനായി തീരും. അങ്ങനെയുള്ള നഫ്സ് നമ്മളെ സഹായിയായി തീരും. ഈ ജിന്നാത്തിന്റെ ലോകത്ത് ഉള്ള ഒരു മുസ്ലിം ജിന്നായി തീരും. അങ്ങനെയുള്ള ഒരു ജിന്നിന് എല്ലാ ജിന്നുകളെക്കാളും ശക്തി ഉണ്ടാവും. 1,00,000 ജിന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും അവരോട് പോരാടാനും അവരെ കീഴ്പ്പെടുത്താനും ഈ ജിന്നിന് സാധിക്കും. അത്രയും ശക്തിയുള്ള ജിന്നായി തീരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകേണ്ട ഒരു മേഖലയാണ് ആത്മീയത. അതിൽ ആദ്യത്തെ കവാടമാണ് കൽബ്. നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഇതാണ്. ഇനി ഇതിനെ ചുറ്റിപ്പറ്റിക്കാട് ഒരുപാട് ഇൽമുകൾ അറിയാനും മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോഴേ ഇതിന്റെ മാപ്പ് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഇതിന്റെ എല്ലാം മെയിൻ കേന്ദ്രം, ഏറ്റവും അത്യാവശ്യമായ ഇൽമ് എന്ന് പറഞ്ഞാൽ കൽബിന്റെ ദിക്റിന്റെ ഇൽമ് തന്നെയാണ്. കാരണം അതാണ് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനം. അതില്ലാതെ നമുക്ക് ഈ ആത്മീയ മേഖലയിൽ സഞ്ചരിക്കാൻ സാധിക്കൂല. അത് കിട്ടിയവർക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും വിലായത്തിലേക്ക് യാത്ര തുടങ്ങി എന്നുള്ളത്. അത് കിട്ടിയിട്ടില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട വിലായത്ത് എന്നുള്ള വിഷയം. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളായവർക്കെല്ലാം ആ ആവാൻ കാരണം ഈ ഇൽമ് കിട്ടലും അതിനനുബന്ധിച്ച് അവർ ചെയ്ത അമലും അതിനോട് കൂടി ദാഖിറകൾ ആയിത്തീരലുമാണ്. അതിനു വേണ്ടി ജീവിതം മുഴുവൻ ചെലവഴിച്ച ആളുകളുണ്ട്. 10-12 കൊല്ലം 20-30 കൊല്ലമൊക്കെ കാട്ടിൽ പോയി അലഞ്ഞവരുണ്ട്. അതിന് അള്ളാഹുവിനോട് സദാസമയം തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നിട്ടും അവർക്കതിന് സാധിക്കുന്നില്ല. 100 ആൾ തേടിയെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. അതിനെക്കുറിച്ച് ഇൽമ അവർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഈ ഇൽമ ആരെ കയ്യിലും ഇല്ല. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയാത്ത ആളുകൾ, പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഇതിനെ നിഷേധിക്കുകയാണ്. സൂഫിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇതിനെ നിഷേധിക്കുകയാണ്. കാരണം അവരെന്താണ്? അവരെ ഉള്ളില് ശൈത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇൽമ അവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത അത്യാവശ്യമല്ലാത്ത ഇൽമിൽ മാത്രം അവരെ നിർത്തിക്കൊണ്ട്
ഷെയ്ത്താന് അവന്റെ ഏജന്റാക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നഷ്ടക്കാർ നമ്മൾ തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഇൽമാണോ ശരി, അതോ അവര് പറയുന്ന ഇൽമാണോ ശരി എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? Want fresh? We deliver super fast. Get your groceries on Kareem Quick. Order now. ഈ ഒരു കൺഫ്യൂഷനാണ് ഫിത്ന എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണിത്. കാരണം ഈ ഇൽമ എവിടെയില്ല. പക്ഷെ ഖുർആനിലുണ്ട് ഇൽമ. നമ്മൾ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ തിരിയേണ്ടത്? ഖുർആനിലേക്ക് തിരിയണം. അങ്ങനെ ഖുർആനാണല്ലോ അസല്. ബാക്കിയുള്ളതെല്ലാം അതിലെന്ത് സംഭവിക്കാം, തെറ്റ് സംഭവിച്ചേക്കാം, അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇവൻ ഹദീസിൽ പോലും തെറ്റുണ്ടാവൂലേ? ഉണ്ടാവാൻ കാരണം ഹദീസിന്റെ അൽഫാദുകൾ, അതിന്റെ പദങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്, അതിന്റെ തഫ്സീർ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അതിന്റെ പരിപൂർണത, ഹദീസിൽ പരിപൂർണമായി എല്ലാ പദങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് പദങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും. അല്ല എങ്കിൽ എല്ലാ ഹദീസുകളും എന്താവണം? ഒരേ കാറ്റഗറി ആവണം, എല്ലാം സഹീഹ് ആവണം. അങ്ങനെയല്ലല്ലോ. അതിനിടയിൽ സഹീഹ് ഉണ്ട്, ഹസനുണ്ട്, ലൈഫ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഹദീസുകളാണ്. അതിന്റെ കാരണം എന്താണ്? ഇത് എഴുതിയ ആളുകൾക്ക് പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഹദീസുകളും കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ വിഷയങ്ങളാണ്. എല്ലാ കാര്യം കൊണ്ടും പെർഫെക്റ്റ് എന്തായിരിക്കും? ഖുർആനായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സത്യവും അസത്യവും മിക്സായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കുക ഏറ്റവും ബെറ്റർ. കാരണം അസത്യം ആണ് ഒരു പക്ഷെ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളത് വഴികേടിലാക്കുക. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾക്ക്, പ്രവാചകന്മാർക്ക് വന്ന കിതാബുകൾ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം, എന്നാൽ വിശ്വസിക്കാനും പാടില്ല. എന്നാൽ ഖുർആനിൽ ആ വിഷയം വരുന്നില്ല. ഖുർആനിൽ മുഴുവൻ സത്യങ്ങളാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ എന്ത് വേണം? കൽബുൽ സലീമ് വേണം. കൽബുൽ സനോവർ കൊണ്ട് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ മനസ്സിലാവൂല. അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ നമ്മളെ സഹായിക്കാനായി വന്നുകൊണ്ട് ഖുർആൻ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറയുന്ന ഇൽമാണോ അതോ മറ്റുള്ള ഇൽമുകളാണോ ഹിദായത്തിന് വേണ്ടത് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ഖുർആനിൽ അന്വേഷിച്ചു നോക്കുക. ഖുർആൻ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു നോക്കുക. അതിന്റെ അറബികളെ ശരിക്കുള്ള പദങ്ങൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അതിലേക്ക് നിങ്ങൾക്ക് സഹായമായി തീരുന്ന ഒരായത്താണ് ഞാൻ പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫ് എന്നുള്ള സൂറത്ത് അസൂഫിന്റെ വിഷയത്തിൽ വലിയൊരു സൂറത്താണ്. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കാൻ ഏറ്റവും ഉപയോഗമായ ഒരു സൂറത്താണ്. ആ സൂറത്തിൽ പല ആയത്തുകളും ഇതിനെ കുറിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഹിദായത്തിന്റെ അഹിലകാരിൽ ആരെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത്, പിടിക്കേണ്ടത് എന്ന് ശരിക്കും കാണിച്ചിരുന്ന ആയത്താണ് ഈ ആയത്ത്. വസ്ബിറമാൻ നഫ്സക എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിന്റെ പരിപൂർണമായിട്ട് നമ്മൾ ആ ആയത്ത് എടുക്കാന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഭാഗം അവസാന ഭാഗമാണ്. ഇത് പരിപൂർണമായി നമ്മൾ വായിക്കുകയാണെങ്കിൽ, അതിന്റെ മുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്ലാരിറ്റി ഉണ്ട് ഈ വിഷയങ്ങൾ. നമ്മൾ അവസാനത്തെ ഈ പറഞ്ഞ ആയത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ, വസ്ബിർ നഫ്സക അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഹദവാതി വൽ ഹശി യുരീദുന വജ്ഹഹു, തങ്ങളുടെ രക്ഷിതാവിന്റെ വജ്ഹ് ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ താങ്കളുടെ മനസ്സിനെ ക്ഷമിപ്പിച്ചിരുത്തണം, അടക്കി നിർത്തണം എന്ന് പറയുന്നത് റസൂലുള്ളാഹിനോട് അല്ലാഹു തആല പറയാണ്. ആരുടെ കൂടെ നിർത്താനാണ് അല്ലാഹു തആല പറയുന്നത്? അസ്ഹാബു സൂഫിന്റെ അഹ്ലുകാരെ കൂടെ ഇരിക്കാനാണ് ഈ പറയുന്നത്. അവരാണ് ദാഖിറെ കൽബികളാണ് അവര്. കാരണം അവര് ദിക്ർ അവരില് ഡോമിനന്റ് ആയ കാരണം, അവരെ കൽബിൽ ദിക്ർ കയറിയ കാരണം അവർക്ക് ദുന്യാവിനോടുള്ള മോഹങ്ങൾ പോയി. അള്ളാഹുവിന്റെ വജഹിനോട് മാത്രം താല്പര്യം വന്ന് അതിന് മാത്രം കാത്തിരിക്കുന്നവരാണ് അവർക്ക് വേറൊരു ഏർപ്പാടുമില്ല. അത്തരക്കാരെ കൂടെ പോയിരിക്കാനാണ് റസൂലുള്ളാഹിനോടുള്ള കൽപ്പന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ കാലഘട്ടത്തും എല്ലാ കാലഘട്ടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കാലഘട്ടത്ത് ആരാണോ ദാഖിറെ കൽബികൾ അവരെ കൂടെ റസൂലുള്ളാഹി ഉണ്ടാവുക, അല്ലാതെ ഇത് ഇല്ലാത്തവരുടെ കൂടെ അല്ല. അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്. എന്നിട്ട് പറയാണ്, വലാ തഅദു ഐനാക അൻഹും തുരീദു സിനത്തുൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് താങ്കളെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ എന്നുള്ളത്. ആരെ വിട്ട്? ഈ ദാഖിറെ കൽബികളായ ആളുകളെ തൊട്ട്. സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ദാഖിറെ കൽബികളാണ് അഹ്ലു സൂഫക്കാര്.
അതേപോലെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന ഈ ദാക്കിറെ കൽബികളെ തൊട്ട് താങ്കളെ കണ്ണുകൾ ഒന്ന് മാറിപ്പോവാതിരിക്കട്ടെ എന്നിട്ട് പറയുന്ന ആ ഭാഗമാണ് നമ്മളെപ്പോഴും ഓതുന്ന ഭാഗം. കാരണം വലാത്തുമൻ അഖ്ഫൽന കൽബഹു അൻ ദിക്രിന, ഏതൊരാളെ കൽബിലാണോ അള്ളാഹു എന്നുള്ള ദിക്ർ നടക്കാത്തത്, ഇല്ലാത്തത്, അത്തരക്കാരെ റസൂലെ താങ്കൾ അനുസരിച്ചു പോകരുത് എന്നുള്ളത്. ദാക്കിറെ കൽബികളല്ലാത്തവരെ പിന്തുടരണ്ട എന്നുള്ളത് നമ്മളോടും കൂടിയുള്ള കൽപ്പനയാണത്. ദാക്കിറെ കൽബികളല്ലാത്തവരെ പിന്തുടരാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി പോകും? നിങ്ങൾ വഴികേടിലാവും. അള്ളാഹു ഉത്തരവാദിയല്ല, റസൂൽ ഉത്തരവാദിയല്ല, ഖുർആൻ ഉത്തരവാദിയല്ല, നിങ്ങൾ തന്നെ ഉത്തരവാദി. അപ്പൊ അതാണ് എന്ത് ഇവിടെയുള്ള ക്വാളിഫിക്കേഷൻ. ദീൻ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഇതാണ് ദാക്കിറെ കൽബിയായി തീരരുത്. ദാക്കിറെ കൽബി ആകാത്ത ഒരാൾക്കും ദീൻ പഠിപ്പിക്കാനുള്ള അധികാരമില്ല, അർഹതയില്ല. അതാണ് ക്വാളിഫിക്കേഷൻ. അള്ളാഹുവിന്റെ മുമ്പിലുള്ള ക്വാളിഫിക്കേഷൻ, റസൂലുള്ളാഹിന്റെ മുമ്പിലുള്ള ക്വാളിഫിക്കേഷൻ, ഖുർആന്റെ ക്വാളിഫിക്കേഷൻ, ഉലിയാക്കളെ മജ്ലിസിലുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഈ ക്വാളിഫിക്കേഷനാണ്. അല്ലാതെ കുറെ ദാരിമി ബിരുദോ ബാക്കവി ബിരുദോ അതൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? വത്തബഹ ഹവാഹു വക്കാന അംറുഹു ഫുറുത, ഏതൊരുവൻ തന്നിഷ്ടത്തെ സ്വന്തം ഹവയെ പിന്തുടരുന്ന ആളാണോ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ അനുസരിക്കാൻ പാടില്ല. വത്തബഹ ഹവാഹു വക്കാന അംറുഹു ഫുറുത, അവരുടെ കാര്യം അതിര് കവിഞ്ഞതായിരിക്കും ചെയ്തിട്ടുണ്ടോ അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. അപ്പൊ ഈ ദാക്കിറെ കൽബികളല്ലാത്ത ആളുകൾ എന്തായിരിക്കും? സ്വന്തം ഹവയെ പിന്തുടരുന്നവരായിരിക്കും. സ്വന്തം ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ നഫ്സ്, കന്നാസ്, ഈ 4 പക്ഷികൾ, ഇവയുടെ തന്നിഷ്ടത്തെ പിന്തുടരാണ് അവന്. വക്കാന അംറുഹു ഫുറുത, അവരെ കാര്യങ്ങൾ അതിര് കവിഞ്ഞതാണ്, അവരതിൽ മതി മറന്നിട്ടുണ്ട്. അത്തരക്കാര് വലിയ വലിയ ഇൽമുകൾ പറയും, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതിലെന്തുണ്ട്? വിഷമുണ്ട്. അത്തരക്കാരെ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ അവരെ പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വഴികേടിലാവും. ആ വഴികേട് സംഭവിച്ചു കഴിഞ്ഞ ഉമ്മത്തിൽ ഇത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആൾറെഡി അവനവന്റെ നെഫ്സ്, അവനവന്റെ കന്നാസ് വളരെ ശക്തിയായിട്ട് എതിർത്തു കൊടുക്കും, പിന്തിരിപ്പിക്കാൻ നോക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്തവർക്ക് ഇതിലും രക്ഷയില്ല. അവർക്ക് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ കയറാൻ സാധിക്കൂല. അവർ വിചാരിക്കും വല്ല മലയിലും കയറി രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത്. പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കൂല. ആരാണോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് കയറുന്നില്ല, അവരെ രക്ഷപ്പെടുള്ളൂ. ഇതാണ് ഖുർആന്റെ ശരിയായ മായന, അർത്ഥം. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അതിനൊക്കെ തൗഫീഖ് ഉണ്ടാവട്ടെ. നിങ്ങൾ ഒരിക്കലും ഒരു ഡിപ്ലോമ, ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതിന്റെ പിന്നാലെ പോകണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹു അറിയുന്നുള്ളൂ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ അറിയാനുള്ള വഴി ദിക്റെ ഖൽബ് അവരിലുണ്ടോ എന്ന് അന്വേഷിക്കലാണ്. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ മനസ്സിലാക്കാൻ പറ്റും. ദിക്റെ ഖൽബ് അവരിലുണ്ടോ ഇല്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ തലീം കൊടുക്കുന്നത്, നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.